താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും എന്നെ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം കേൾക്കാം കേൾക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആൾക്കാർ ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു ദിവസം കൂടെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ലേ? അതെ 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 സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിനെ ആയിരിക്കുമ്പോൾ ഈ നല്ലൊരു സമയത്ത് നമ്മൾ പൂർണ്ണമായ ദൈവത്തെ സമർപ്പിക്കുക. എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റി വെച്ച് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ, നമ്മൾ സൂമിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ആ ഒരു ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന മുറിയിൽ, നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കകത്ത് യേശു ഉണ്ട്. ആ യേശുവിനെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഈ ദൈവസ്നേഹം ഇരിക്കുന്നത് എൻ്റെ മുമ്പിൽ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അല്ലേ? സ്തോത്രം. പലപ്പോഴും നമ്മൾ ഒരു മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മള് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി അതിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാതെ വരുന്നത് നമുക്ക് ഈ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് എന്നെ കാണുന്നു എന്നൊരു ബോധ്യത്തിനകത്ത് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കാം ഇരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ നിങ്ങൾ ആ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം, യേശു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു കാലത്തും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിങ്ങളെ ഒരു കാലത്തും ഉപേക്ഷിച്ച് പോകത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല. ദൈവത്തിന്റെ വചനം മാറ്റാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ ഈ ഒരു വചനം വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ വചനം കേൾക്കുമ്പോൾ, തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ വേണ്ട ഇരിക്കാനായിട്ട്. ഏറെ പ്രതീക്ഷയോടു കൂടെ നമ്മൾ ഇരിക്കണ കാര്യം, നമ്മൾ വന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. ഈ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിനകത്ത് അത് ഫലമായി പുറത്തു വരുവാൻ, കേട്ടിട്ട് അത് ഫലം ചെയ്യാതെ പോയെന്ന് വചനം പറയുന്ന പോലെ അങ്ങനെ ആവാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ കേൾക്കുന്ന വചനത്തെ എൻ്റെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയത്തിലെല്ലാം കളകളും മാറി പൂർണ്ണമായി നല്ല നിലത്ത് വീണ ഒരു വിത്ത് പോലെ അത് 100-200 മേനി ഫലം കായ്ക്കുവാൻ, 1000 മേനി ഫലം കായ്ക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ ബറാഷെറ്റിറിയാർമന. കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അപ്പ. ഞങ്ങളെ ലീഡ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി യേശുവേ. ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഞങ്ങളെല്ലാവരും കർത്താവ് ഞങ്ങളുടെ മക്കളാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പ ഇന്ന് പ്രിയ മക്കൾ ഒരുമിച്ച് ചേർന്ന് വന്ന ഈ നല്ല സമയത്തിൽ കർത്താവ് ഏത് ഭാരത്തിൽ വന്നോ, ഏത് വിഷയത്തിൽ വന്നോ, എൻ്റെ കർത്താവ് ആ ഹൃദയത്തെ കാണുന്നുണ്ട്. മനുഷ്യനോ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ എൻ്റെ ദൈവം അകമേ ഉള്ളത് കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന നല്ല ദൈവം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ കാണുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. നമുക്ക് പെട്ടെന്നൊരു വചനം വായിച്ച് നമുക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം എല്ലാവരും വായിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. വായിച്ചു കഴിഞ്ഞായിരുന്നോ? വായിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ല സമയം കിട്ടിയില്ലേ? ഒരാഴ്ച പറഞ്ഞു, 2 ആഴ്ച, എനിക്ക് തോന്നുന്നു 3 ആഴ്ചയായി. റീത്ത സിസ്റ്റർ ഒക്കെ പറഞ്ഞു പുറപ്പാടും കഴിഞ്ഞ് അടുത്തത് വായിക്കാൻ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പം ഇത് ഉൽപ്പത്തി കഴിഞ്ഞവര് പുറപ്പാടിലോട്ട് കയറുക. ഞാൻ ഇത് മീറ്റിംഗ് കഴിഞ്ഞ് 2-3 ചോദ്യമൊക്കെ ചോദിക്കാം. നിങ്ങൾ എല്ലാവരും വലിയ ആൾക്കാരാണെങ്കിൽ പോലും ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വചനം വായിക്കുവാൻ പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനമാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനത്തെ എടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും മ്യൂട്ടുകളൊക്കെ മാറ്റി സംസാരിക്കരുതേ. നമ്മൾ വചനം ധ്യാനിക്കാൻ പോവാണല്ലോ.
കർത്താവ് ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒരാൾക്ക് ഉറക്കെ വായിക്കാം. താങ്ക് യു ജീസസ്. ആരെങ്കിലും ഒരാൾ വായിക്കണമേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? 1 യോഹന്നാൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. ഒന്നുകൂടെ ഉറക്കെ വായിച്ച സിസ്റ്റർ. ഏത് ആരാ വായിക്കുന്നേ? അല്ല സിസ്റ്റർ ആണോ? അതെ അതെ. ഓക്കെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ ആമേൻ. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്ത് പല കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ ഇതിൽ എത്ര പേര് ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ദൈവത്തിന്റെ മകളാണ്, മകനാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? അങ്ങനെ എന്തുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് പറയാൻ പറ്റുന്ന എന്ത് വചനത്തിലെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഉറപ്പോടെ പറയുന്നത്? ആർക്കൊക്കെ പറയാൻ പറ്റും? ഏത് വചനത്തിലെ അടിസ്ഥാനം? ദൈവത്തെ വിശ്വസിക്കുന്നവർക്കൊക്കെ അവർ ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തെന്ന് പറഞ്ഞല്ലേ? ദൈവത്തില് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ 1 യോഹന്നാൻ 5-ന്റെ തുടക്കത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും വചനം ഇങ്ങനെ എടുത്തു പറഞ്ഞത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജനിച്ചിരിക്കുന്നു. അപ്പം യേശുവിനെ ക്രിസ്തു എന്ന് മാത്രം വിശ്വസിക്കുന്നത് മാത്രമല്ല, വേറൊരു വലിയൊരു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വചനമാണത്. റോമർ 8-ലാണ്, 8-ാം അധ്യായത്തിലാണ്. നമുക്ക് പെട്ടെന്ന് അതിലും കൂടെ ഒന്ന് കണ്ണോടിക്കാം. റോമർ 8-ന്റെ 14 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ സിസ്റ്റേഴ്സ് ആരെങ്കിലും? ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നു. ആമേൻ. അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നടക്കപ്പെടുന്നത്? അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് അവർ ഉറപ്പായിട്ടും ലോകത്തിലുള്ള സകലത്തെയും ജയിച്ചിരിക്കും. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ ആയിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ തളർന്നു പോകാറുണ്ടല്ലേ? നമ്മൾ അതിന്റെ മറുപടി കാണാതെ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നമ്മൾ മനസ്സ് ഭാരപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തില് എന്തുമായിക്കോട്ടെ, അത് ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ, ഏത് രോഗങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ ലോകത്തിലുള്ള എന്തൊക്കെ മുന്നിൽ വന്നാലും അതിനെ ജയിക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ സകലത്തെയും ജയിക്കുമെന്ന് പറഞ്ഞാട്ടെ? യേശുവിന്റെ നാമത്തിൽ ഞാൻ സകലത്തെയും ജയിക്കും. ആമേൻ ആമേൻ. അപ്പൊ വചനം വ്യക്തമായി പറഞ്ഞ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ നിങ്ങൾ? ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പോലും ഈ ലോകത്തിലുള്ള ഒന്നും നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ ഇടവരത്തില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ റോമർ അധ്യായത്തില് ഒന്നുകൂടെ ഒന്ന് വായിച്ച സിസ്റ്ററെ, റോമർ 8-ന്റെ 13 ഒന്ന് വായിച്ചേ. താങ്ക് യു ജീസസ്. 14 ഞാൻ വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായി നമ്മുടെ പ്രതിസന്ധികളെ ജയിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവെ പല തവണയായി പ്രാർത്ഥിച്ചല്ലോ, കുറെ നാളുകളായല്ലോ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്, എങ്കിൽ പോലും ഒരു പൂർണ്ണമായ ഒരു ജയത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലേ? നമ്മൾ യേശുവിനെ രക്ഷകർത്താവുമായി സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നാൽ ആ ഉള്ളിൽ വന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ സത്യമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കുള്ള മുമ്പിലുള്ള ഓരോ വിഷയങ്ങളും
തീർത്ത് കളയത്തില്ല, അത് നിങ്ങളെ ജയിക്കത്തില്ല. കാര്യം വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ അവനുള്ള വിശ്വാസം തന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ആ വചനം ചേർത്ത് വായിക്കുവാണെങ്കിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദൈവാത്മാവ് നടത്തുന്നവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവാത്മാവ് നടത്തുന്നവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾക്ക് എങ്ങനെ നയിക്കപ്പെടണം എന്ന് അറിയത്തില്ല പലപ്പോഴും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഈ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവാത്മാവിൽ ആശ്രയിക്കാതെ നമ്മൾ വചനങ്ങൾ എത്ര വായിച്ചാലും അതൊരു അറിവ് മാത്രമായി മാറിപ്പോകും. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വചനം വായിക്കുമ്പോഴും, പരിശുദ്ധാത്മാവെ ഞാൻ ഈ വചനങ്ങളെ വായിക്കുമ്പോൾ ഇതിൽ വചനത്തിനകത്തെ വെളിപ്പാടുകളിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഈ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബൈബിള് 100 അല്ല 1000 വട്ടം വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ആത്മാവില്ലാതെ വായിക്കുന്ന വചനം അത് വെറുമൊരു അറിവായി മാത്രം മാറുന്നു. അത് വിശ്വാസമായി പരിണമിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, പലപ്പോഴും വിശ്വാസികൾ സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ലെ, അവരുടെ ലൈഫിൽ ഒരു പ്രശ്നത്തെ വരുമ്പോൾ, ഒരു കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അഥവാ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള എന്ത് വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ജയിക്കുവാനുള്ള വലിയൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടാതെ ഇരിക്കുന്നത്? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? നമുക്ക് സിസ്റ്റേഴ്സ് അല്ല, എന്റെ ഉള്ളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങനെയാണല്ലോ ചോദിച്ചത്, നിങ്ങളുടെ ഉള്ളൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഏത് വചനം, നമ്മൾ എന്ത് വിശ്വസിച്ചാലും അതിനൊരു അടിസ്ഥാനമായ ഒരു വചനം വേണമല്ലോ. ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ അത് വിശ്വസിക്കുന്നത്? രോഗം വന്നാല് യെശയ്യാ 53:5. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. ഇപ്പൊ ഒരാൾ പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അത് വളരെ പവർഫുൾ ആയ ഒരു വേഴ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വചനം വായിക്കാൻ എടുക്കണ്ട. എഫേസ്യരിലെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുന്നേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നൊരു വ്യക്തി ജീവിക്കുന്ന രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വിലയിരുത്തിക്കേ. എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ എനിക്ക് അവ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ മറിച്ച് ഒരു വിഷയം വരുമ്പോൾ ഞാൻ തളർന്നു പോവുകയാണോ? അതോ വചനം പറഞ്ഞ് തളർന്നു പോവുകയാണോ? ഒരു വശത്ത് വചനം പറയുകയും മറ്റൊരു വശത്ത് തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കൂടെയാണ് പോകുന്നത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സകലത്തെയും ജയിച്ചിരിക്കുന്നു, പ്രതിസന്ധികളെ ജയിച്ചിരിക്കുന്നു, രോഗങ്ങളെ ജയിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളൊന്ന് നോക്കിക്കേ, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതിനെ ഓവർകം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു വലിയൊരു ജയാളി എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, ആ ഒരു ജയത്തിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കയറ്റിവിടാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് വരെ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ പരിശുദ്ധാത്മാവിനിൽ നിങ്ങൾക്ക് വേണ്ട വിധം നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് ജയകരമായി ജീവിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് ആ തിരിച്ചറിവിൽ നടക്കുമ്പോൾ, ഒന്ന് പറഞ്ഞാട്ടെ, തിരിച്ചറിവിൽ നടക്കണമെന്ന് പറ. എന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് അല്ലെ, പരിശുദ്ധാത്മാവ്, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ വേദനയിൽ കൂടെ കടന്നു, ഈ രോഗത്തിൽ കൂടെ കടന്നു, ഈ പ്രതിസന്ധികൾ എനിക്ക് എന്തുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വചനങ്ങൾ എടുത്തു തരികയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരാ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത്? അപ്പൊ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പോകുന്നത്, ഓ സാത്താൻ എന്റെ നന്മകളെ തടയുന്നു, സാത്താൻ എന്നെ തടയുന്നു, അല്ലെങ്കിൽ സാത്താൻ എന്നെ ഉപദ്രവിക്കുന്നു, സാത്താൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാം, സാത്താൻ ഈ ലോകത്തിന്റെ അധിപതിയാണ്. നിങ്ങൾ യേശുവിനെ അറിയുന്നതിന് തൊട്ട് മുൻപ് വരെ, യേശുവിനെ രക്ഷകനും രക്ഷകർത്താവുമായി സ്വീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് തൊട്ട് മുമ്പ് വരെ അവന് നിങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് നിങ്ങൾ യേശുവിനെ രക്ഷകനും രക്ഷകർത്താവുമായി ഏറ്റെടുത്തോ, എന്റെ കർത്താവ് എന്ന് ഏറ്റെടുത്തോ, അന്ന് മുതൽ യേശുവിനാണ് നിങ്ങളുടെ മേൽ ആധിപത്യം എന്ന് പറഞ്ഞാട്ടെ. പിശാചിന് എന്റെ മേൽ ആധിപത്യമല്ല, എന്റെ കർത്താവിനാണ് എന്റെ മേൽ ആധിപത്യം എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. യേശുവിന്റെ മുഴുവൻ ആധിപത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും. അത് മാത്രമല്ല, അതേ ആത്മാവിൽ യേശുവിന്റെ ഉള്ളിൽ വ്യാപരിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. പിന്നെയും ചോദ്യം, എന്തുകൊണ്ട് കർത്താവേ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ എന്തുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് നയിക്കപ്പെടാം? എത്ര പേർക്ക് ആ ഒരു ചോദ്യമുണ്ട്? എനിക്ക് ആ ആത്മാവിനാൽ പൂർണ്ണമായിട്ട് നയിക്കപ്പെടണം, എനിക്ക് മുന്നിലുള്ള സകലത്തെയും ജയിക്കണം, ഞാൻ ജയിക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്, ജയിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനൊരു ജയകരമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അല്ല, നിങ്ങൾക്ക് 2 ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ എന്റെ വിഷയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാനും കർത്താവെ, ഞാൻ യേശുവിനെ വിളിച്ച് വചനമൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുന്നോളാം. മറിച്ച് വേറൊരു കൂട്ടരുണ്ട്, കർത്താവെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇന്നാൽ ഞാൻ പടക്കൂടുന്നതിനെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്നുള്ള സകല വിഷയങ്ങളും എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ ഏത് വിഷയം വന്നാലും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചാടി കടക്കും എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഞാനൊരു കാര്യം ഇല്ല, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചാടി കടക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബലവാല്ലേ. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ തന്നെ നമ്മൾ അങ്ങോട്ട് ചില സമയത്ത് തളർന്നു പോവുക. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്തിന്റെ ഇമ്പോർട്ടൻസ് വേണ്ടത്. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. Hallelujah. അപ്പൊ നമ്മള് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വചനം വ്യക്തമായിട്ട് പറയും നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ സാത്താനെ ബ്ലെയിം ചെയ്യും, പക്ഷെ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തടസ്സമായിരിക്കുന്ന നമ്മുടെ ജഡമാണ് എന്ന് പറഞ്ഞാട്ടെ. ജഡം എന്ന് പറയാം, ജഡം. ഈ ജഡം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോളാണ് അല്ലെ. ഈ സോളിനകത്താണ് ഇതിനകത്ത് എല്ലാം വരുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമാജിനേഷൻസ്, നമ്മുടെ ചിന്ത, നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, നമുക്ക് വരുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, ഇതെല്ലാം ചേർന്നതാണ് ഈ ജഡം. ഈ ജഡം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റി ഏതാണ് ഒരു വചനമുള്ളത്? അത് അങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു വചനം നമുക്ക് റോമർ 8-ാം അധ്യായത്തിലോട്ട് പോകാം. താങ്ക് യു ലോർഡ് ജീസസ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യിക്കും ഈ ഒരു മെസ്സേജ്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാര്യം ഞാനല്ല സംസാരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പൂർണ്ണമായി നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓർത്ത് നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായിട്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവുമ്പോഴുണ്ടല്ലോ, ഒരാൾക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. പിശാചിന് നേരെ പോലും നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അതിലോട്ടാണ് കടന്നു വരുന്നത്. നമ്മൾ വീണ്ടും എടുക്കാം റോമരുടെ ലേഖനം, അതിന്റെ 8-ാം അധ്യായം. നമ്മൾ എത്രയായിരുന്നു വായിച്ചത്? നമ്മൾ 13 വായിച്ചല്ലേ? 14 വായിച്ചു. 14 വായിച്ചു. ദൈവാത്മാവിനാൽ നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാവുന്നു. അതിന്റെ 13-ാം അധ്യായം ഉറക്കൊന്ന് ആരെങ്കിലും വായിക്കാമോ? അല്ലല്ല,
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിലോ ശരീരത്തിന്റെ നിങ്ങൾ പ്രവൃത്തികളെ ജീവിക്കും. മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ആമേൻ. ജീവിക്കും. ആമേൻ. എല്ലാരും വായിക്കുന്നോണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഓക്കെ, അജു സിസ്റ്റർ ഞാൻ ശബ്ദം കേട്ടു. അജു സിസ്റ്റർ ഒന്ന് ഓർക്ക് വായിക്കാവോ? താങ്ക് യു ജീസസ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എനിക്കൊന്ന് റേഞ്ചിന്റെ പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. എല്ലാ സിസ്റ്റേഴ്സിനും താങ്ക്സ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അത് എടുത്തു വായിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇതിനോടുകൂടി ഞാൻ ഒരു വചനം കൂടി എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മൾ നടക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ലോകത്തെ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടണം. നിങ്ങൾ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ജഡമാണ്. അതിനെ ഉറപ്പിക്കുന്ന ഒരു വചനം കൂടെ നമുക്ക് എടുക്കാം. ഗലാത്യർ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഗലാത്യർ ലേഖനം, താങ്ക് യു ലോർഡ് ജീസസ്. ഗലാത്യർ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഗ്രേസ് സിസ്റ്റർ വായിച്ചാട്ടെ. ഒരാൾ വായിച്ചാൽ മതി. ഗ്രേസ് സിസ്റ്റർ വായിച്ചാട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ ജഡത്തിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാവത്തില്ല. നിങ്ങൾ ആ വചനം ഒന്നോടെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ച എല്ലാവരും ഉറക്കെ വായിക്കേണ്ട, മനസ്സിൽ വായിച്ചാൽ മതി. ആത്മാവിനെ അനുസരിച്ച് നടപ്പേൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വന്നു വാഴുന്ന അതിശക്തനായ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ട് നിങ്ങളൊരു പരാജിതയായിട്ട് ജീവിക്കുന്നതിന്റെ കാരണം, പല പ്രതിസന്ധിയും വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഒതുങ്ങിപ്പോകുന്നതിന്റെ കാരണം ആ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആ പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങളുടെ ആത്മ മനുഷ്യനേക്കാളും മുകളിലായി നിങ്ങളുടെ ജഡ മനുഷ്യൻ വ്യാപരിക്കുക, ജഡത്തിന്റെ ചിന്തകൾ വ്യാപരിക്കുക. അപ്പൊ എന്ത് ചെയ്യും സിസ്റ്റർ? ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഞാനിത് താഴോട്ട് ഞാൻ വചനങ്ങളെ വായിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം നിങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് വരെ നിങ്ങളുടെ സ്ട്രെങ്തിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ബോഡീനെ, നിങ്ങളുടെ സോളിനെ, നിങ്ങളുടെ ഇമാജിനേഷൻസ് സകലത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോട് വരികയാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നിങ്ങളോട് വരുമ്പോൾ, നിങ്ങളുടെ ആത്മ മനുഷ്യൻ ബലപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണം നിങ്ങളോട് വരുമ്പോൾ നിങ്ങളുടെ ജഡ മനുഷ്യൻ ഇല്ലാതാവുകയും ചെയ്യുക. അതുകൊണ്ടാണ് റോമർ 8 പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജഡത്തിന്റെ പ്രവൃത്തി? ഞാൻ ഗലാത്യർ ലേഖനം 5:16 നമ്മൾ വായിച്ചല്ലോ. അതിന് താഴോട്ട് ഞാൻ തന്നെ വായിക്കാം. കുറച്ച് റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വചനത്തെ ശ്രദ്ധിച്ച് നോക്കിക്കുക. ബൈബിൾ എല്ലാവരും കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗലാത്യർ ലേഖനം 5:16 നമ്മൾ വായിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ആത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങളുടെ ഉള്ളിൽ വരത്തില്ല. അങ്ങനെ ആത്മാവിന്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണം നടത്തിപ്പ് നിങ്ങളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ സകലത്തെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. കാര്യം നമ്മളെല്ലാം മനുഷ്യരാണല്ലേ, നമ്മളെല്ലാവരും ബലഹീനരാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് സർവശക്തനായ ഒരു ദൈവമാണ്. നമ്മൾ സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ സകലത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവർ പ്രതികൂലമല്ലോ. ആമേൻ.
18-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് ഉള്ളവരല്ല. പിന്നെ 19-ാം അധ്യായത്തിലാണ് ജഡത്തിന്റെ പ്രവർത്തികളെ പറ്റി പറയുന്നത്. ജഡത്തിന്റെ പ്രവർത്തികൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? ആരാ വായിക്കാം? ജഡത്തിന്റെ പ്രവൃത്തികളോ ആ ദുർനടപ്പ്, അലിൻ അശുദ്ധി, സിസ്റ്റർ വായിച്ചാട്ടെ. ദുഷ്കാമം. പ്രൈസ് ദി ലോർഡ്. ഒരാൾ വായിച്ചാൽ മതി, അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ. വായിച്ചോളൂ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു. ദൈവത്തിന്റെ വചനം ജഡത്തിന്റെ പ്രവർത്തികളെ പറ്റി എഴുതിയിരിക്കുക. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികളെ പറ്റി ഇവിടെ കാണിക്കുന്നത്, നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് എന്താ പറയുന്നത്? കർത്താവ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ കയറാൻ പറ്റുമോ അല്ലേ? ഇങ്ങനെ ഇതെല്ലാം പറ്റാതെ, ഈ ജഡത്തിന്റെ പ്രവർത്തികൾ ഒന്നും ഇല്ലാതെ പറ്റുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല. നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിച്ച് ഈ ഒരു കാര്യങ്ങളെ, ഈ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച്, നിങ്ങൾ ഇരുത്തി ഒന്ന് വായിച്ചു നോക്കണം. നമുക്കറിയാം, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. അപ്പോൾ കോമൺ ആയിട്ട് പറയും, സിസ്റ്റർ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, ഇതൊന്നും എൻ്റെ ലൈഫിലേ ഇല്ല, ഞാൻ യേശുവിനെ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രത്തോളം ജഡത്തിന് പ്രവൃത്തിയായിട്ട് പറയുന്നതാണ് ഒന്ന് പക. നമുക്ക് എത്ര പേര് പകയുണ്ട് മറ്റുള്ളവരോട്? പിണക്കം. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ പിണക്കമല്ലേ അവരോട്, പിന്നെ ഒരു മനസ്സിലങ്ങ് വെച്ചോണ്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ല സിസ്റ്റർ, ഞാനത് വിട്ടുകൊടുക്കത്തില്ല, ഞാൻ കാര്യമൊക്കെ ശരി, ഞാൻ പ്രാർത്ഥിക്കും, അന്യഭാഷയൊക്കെ പറയും, പക്ഷെ അതൊന്നും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, കാര്യം ഞാൻ തോറ്റു പോകുന്ന പോലെയല്ലേ. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നേ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ അനുസരിച്ച് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ സാത്താന് അല്ലെ ദുഷ്ടൻ അവിടെ ഒരു ആക്സസ് കൊടുക്കുകയാണ്. അത് പലപ്പോഴും ആരും അറിയാതെ പോകുന്നു. ഞാൻ പറയാം, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സാത്താൻ അവന്റെ മേലെ അധികാരമില്ല, അവനെ തൊടാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും പറയുമല്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ദോഷം വരികയില്ല. എന്നാൽ നമ്മളൊരു ഡോറ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അവന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ അവന് വരാൻ പറ്റത്തില്ല. പക്ഷെ വൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ജഡത്തിന്റെ പ്രവർത്തികൾ എന്തെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോൾ ഏറ്റു പറയണമെന്ന് പറയുന്നത്. അത് ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഒരു പക, പിണക്കം, ക്രോധം, ശാഠ്യം അല്ലെ, ഭിന്നത, അസൂയ, ഇതൊന്നും പലപ്പോഴും ഇതൊരു പാപമായിട്ട് ഒരു ജഡത്തിന്റെ പ്രവൃത്തികൾ ആരും കണക്കാക്കുന്നില്ല. നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്യുന്നതോ, കൊലപാതകം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ദുഷ്കാമ, വിഗ്രഹ, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ അത് ഓർക്കും. പക്ഷെ ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പകയും പിണക്കവും ഭിന്നതയും അസൂയ. എന്തുകൊണ്ടായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് നമുക്കിതൊക്കെ വെളിപ്പെടുത്തി തരുന്നത്? അല്ലെ? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ ഈ സത്യങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പം ഈ വചനങ്ങളെ ദൈവം നമ്മുടെ മുന്നിൽ ഇന്ന് തുറന്നു തരുന്ന ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല. അങ്ങ് നിങ്ങൾ ദൈവമക്കളല്ല, കണ്ടോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാ, നിങ്ങൾക്ക് ഒരിക്കലും രക്ഷയില്ലെന്ന് പറയാനല്ല, മറിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഇത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ചില ഡോറുകൾ ക്ലോസ് ആകും. ചില ഡോറുകൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ സാത്താന് വാതിൽ തുറന്നു കൊടുക്കാതെ അവന് നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ കടന്നു വരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വിഗ്രഹാരാധനയെയും ദുർനടപ്പുകളിലേക്ക് പോകരുതെന്ന് പറയുന്നത്. ഇൻ കേസ് നമ്മൾ അങ്ങനെ, ഇപ്പൊ നമ്മളറിയാം, നമ്മൾ യേശുവിനെ അറിയാത്തൊരു സമയത്ത് നമ്മൾ ഇതെല്ലാം കടന്നു പോയിട്ടുണ്ട് അല്ലെ. വൺസ് യേശുവിനെ അറിഞ്ഞ ശേഷം വീണ്ടും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്, നമ്മൾ അപ്പോഴും യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പക എന്നൊരു വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കും, അയാളോട് എനിക്ക് ദേഷ്യമായി, അത് മറക്കത്തില്ല, ഞാൻ മരിച്ചാലും മറക്കത്തില്ല എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ പിശാച് അവിടെ നിന്ന് കൈയടിക്കും. കാര്യം എന്താണെന്നറിയാവോ? അവിടെ ജഡത്തിന് നമ്മൾ വളരാൻ നമ്മൾ അത് കൊടുക്കുകയാണ്. നമ്മൾ ജഡത്തിന് നമ്മൾ ആ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ സാത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 100% പറയുന്നു, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു പൈതലിന്റെ ജീവിതത്തിന് അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ.
അതുകൊണ്ട് ഇന്ന് ഈ വിഷയം നിങ്ങൾ ഈ വചനത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പരിശുദ്ധാത്മാവെ, ജഡത്തിന്റെ പ്രവർത്തികൾ എന്നിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ജഡത്തിന്റെ പ്രവർത്തികൾ ഇന്ന് എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, പിണങ്ങരുത്, പകയ്ക്കരുത്, ദേഷ്യപ്പെടരുതൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ സിസ്റ്ററെ അത് എനിക്ക് പറ്റത്തില്ല, അത് എനിക്കും അറിയാം. ഇപ്പൊ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ അറിയുമ്പോൾ, ഓ ഇത് എന്നിലുണ്ടെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. കർത്താവെ, എന്നിൽ ആ ഈ ഒരു ചിലപ്പം എന്താ പറയുന്നേ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, പിണക്കമായിരിക്കാം, മറ്റുള്ളവർ അസൂയ തോന്നുന്ന അവസ്ഥയായിരിക്കും. എന്നിൽ അത് ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പലതും വായിച്ചു, ഇത് എന്നിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ എനിക്കത് വേണ്ട, അതിനെ ഓവർകം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. അതിനാ ദൈവത്തിന്റെ ആത്മാവ് വന്നേക്കുന്നേ. ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പകയുണ്ട്, പിണക്കമുണ്ട്, ഭിന്നതയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റം വിധിക്കാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനെ വചനം പറയുന്ന സഹായകനായിട്ടാണ്. ഇന്ന് പറഞ്ഞാട്ടെ, എന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു പറഞ്ഞാട്ടെ. അപ്പോൾ ഈ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നത് ആത്മാവിനാലാ പറ്റത്തുള്ളൂ, അല്ലേ? റോമർ 8:13 പറയുന്നു, നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, അല്ലേ, എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് മരിപ്പിക്കാൻ പറ്റുമോ ഇതിനെ? ഇല്ല. എന്നാൽ ദൈവം നമുക്ക് ദാനമായി സഹായകനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സകലത്തെ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തെ റീഅറേഞ്ച് ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ നമ്മളെ അലോ ചെയ്യുമ്പോൾ നിങ്ങൾ സകലത്തെയും ജയിക്കാൻ തുടങ്ങും. നിങ്ങൾ സകലത്തെയും ജയിക്കാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, പിണങ്ങാത്ത ആരുമില്ല, അസൂയ തോന്നാത്ത ആരുമില്ല, ഭിന്നത തോന്നാത്ത ആരുമില്ല. പക്ഷെ നമ്മൾ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. നമുക്കൊരു അസൂയ തോന്നിയിരിക്കട്ടെ, നമ്മൾ മനുഷ്യരല്ലേ, അല്ലേ? നമുക്ക് ജഡത്തിൽ അതുണ്ടാവും, നമ്മുടെ ജഡം ബലഹീനതമാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി തിരിച്ചറിവില്ലാത്തവരായി ആ ഒരു രഹസ്യ പാപത്തിൽ, ആ ഒരു ജഡ സ്വഭാവത്തിൽ നമ്മൾ തുടരുമ്പോൾ അതൊരു സ്ട്രോങ് ഹോൾഡായി നമ്മുടെ ജീവിതത്തിൽ വരും. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരിക്കലും ഒരു ദേവദാസൻ പ്രാർത്ഥിക്കാൻ ഒരു അമ്മച്ചി കയറി വന്ന അമ്മച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞ ഒരു കൂനായിരുന്നു. വളരെ അറിയപ്പെടുന്ന ദൈവതാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ദേവദാസനാണ്. അപ്പം അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഈ കൂന് മാറുന്നില്ല, ഞാൻ പല ദേവദാസന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഇദ്ദേഹം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവെ, ഈ അമ്മച്ചിനെ കാണുന്ന പാവം തോന്നുന്നു, നല്ലൊരു സ്ത്രീ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇവർ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ആ ഒരു രോഗത്തിന്റെ പുറകിലുള്ള ആ ഒരു കാരണത്തെ വെളിപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ ആ കാരണം എന്തായിരുന്നെന്ന്? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന ഒരാളുമായിട്ട് ഒരു വ്യക്തി വൈരാഗ്യം കുറെ വർഷങ്ങളായിട്ട് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദേവദാസൻ പറഞ്ഞു, ഇന്ന പോലൊരു കാര്യമാ ദൈവാത്മാവ് വെളിപ്പെടുന്നത്, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കര ഒരു വൈരാഗ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞു, ഇല്ല ഞാൻ അതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ച സമയത്താണ് പറഞ്ഞത്, എനിക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അതുപോലെ ഒരു വൈരാഗ്യമായിട്ട് മാറിയിരിക്കുക. അപ്പൊ ആ ദേവദാസൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അമ്മച്ചി, ദേവസ്വനെ ഏറ്റുപറ, അപ്പ എനിക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യമുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു കർത്താവേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് കൈ പോലും വെച്ച് പ്രാർത്ഥിച്ചില്ല. അമ്മച്ചി നേരെ നിവർന്നു. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പലപ്പോഴും പിശാച് പറഞ്ഞത്, അസൂയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, പിണക്കമൊക്കെ എല്ലാവർക്കും വരുന്നല്ലേ, ഒന്ന് ദേഷ്യപ്പെട്ട എന്നെ കുഴപ്പം ഇല്ല. ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒന്നൊരു അസൂയ തോന്നിയോണ്ടോ നമുക്കൊന്നും നഷ്ടപ്പെടാനല്ല. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ അത് വെച്ച് അതിനെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമായിട്ട് മാറാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എന്ത് സംഭവിക്കും? അവൻ അറക്കാനും മുടിപ്പാനും മോഷ്ടിക്കാനും വരും, അല്ലേ? അപ്പൊ അറപ്പും മുടിപ്പും മോഷ്ടിക്കാനുമുള്ള ഒരു സാത്താൻ നമ്മുടെ ജീവിതത്തിലോട്ട് കയറി വരാൻ ഈ ഒരു ജഡത്തിന്റെ പ്രവൃത്തികൾ കാരണമാകും. അപ്പോൾ ഇപ്പൊ ഇതിന്റെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ വായിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്റെ കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും സിസ്റ്ററെ? വളരെ സിമ്പിളാണ്.
ദൈവസന്നിധി ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. ദൈവസന്നിധി ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ചിലപ്പോ ഈ ഒരു കാര്യങ്ങളാണെങ്കിൽ ചില ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഇമാജിനേഷനിലാണ്, നമ്മുടെ തോട്ട്സിലാണ്, അല്ലേ? ഇതൊന്നും ഈ ഒരു കാര്യങ്ങൾ ആരും ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ആദ്യം വായിച്ച വചനം എന്താണ്? 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ആരാ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന്. ദൈവത്തിൽ നിന്ന് ജനിച്ചവര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് വ്യക്തമാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നമ്മൾ പലപ്പോഴും ഞാൻ ലോകത്തെ ജയിക്കുമെന്ന് നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുന്നുണ്ട്. സിസ്റ്ററെ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ പറയും, യേശുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാത്തിനെയും മറികടക്കും. എന്നിട്ട് അപ്പുറേ പോയിരുന്നിട്ട് നമ്മൾ അസൂയയും കുശുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്കതിനകത്ത് വിടുതൽ കാണാൻ പറ്റത്തില്ല. ചിലവർക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്ന മാത്രം ഒരു സ്വഭാവം. പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിഷമിക്കുക. സിസ്റ്ററെ, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന ഒരു സ്വഭാവം, എനിക്കിത് നിർത്താൻ ആഗ്രഹമുണ്ട് സിസ്റ്റർ, എനിക്കിത് പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ എത്രയോ നല്ലൊരു പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന സകല ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ നിങ്ങൾക്കോ എനിക്കോ ആവില്ല മക്കളെ, സഹോദരങ്ങൾ, നിങ്ങൾക്ക് പറ്റത്തില്ല. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് പറയാ, പരിശുദ്ധാത്മാവെ അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു ജഡത്തിന്റെ പ്രവൃത്തികൾ എനിക്ക് വേണ്ട. എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളെയും, എല്ലാ ചിന്തകളെയും, എല്ലാ അശുദ്ധിനെ അങ്ങ് മരിപ്പിക്കണമേ. അങ്ങ് എൻ്റെ പൂർണ്ണമായിട്ട് അങ്ങനെ ഓവർടേക്ക് ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും, ഓ എൻ്റെ ദൈവമേ, ഞാൻ അസാധാരണമായി എനിക്ക് ഇന്നുവരെ കഴിയാത്ത എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ എൻ്റെ മുന്നിൽ തുറന്നു വരുന്നു. ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില വിഷയങ്ങൾ മാറുകയാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആശ്രയിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് പറയട്ടെ, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയട്ടെ. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലുള്ള സകല ജഡത്തിന്റെ പ്രവർത്തികളെയും നിർമൂലനം ചെയ്യും, അതിനെ മരിപ്പിക്കും എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ദൈവാത്മാവിനെ ആശ്രയിക്കുന്നവരാകുന്നത്. ആമേൻ, ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര സിമ്പിൾ ആണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് ഓർത്ത് നോക്കിയേ. യേശുവിന്റെ കൂടെയുള്ള ജീവിതം ജയകരമാവുമെന്ന് കർത്താവ് പറയാൻ ഒരൊറ്റൊരു കാര്യമാണ്. കർത്താവിനറിയാം നിങ്ങൾ ജയിക്കുമെന്ന്. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കഴിവിനാലല്ല, നിങ്ങളുടെ ബലത്തിനാലല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ എത്ര വലുതുമായിക്കോട്ടെ, നിങ്ങൾ അതിനെ വിട്ടിട്ട് പോകാൻ, വിഗ്രഹാരാധനകളെ വിട്ടിട്ട് ഓടുമ്പോൾ, അശുദ്ധീനെ വിട്ടിട്ട് ഓടുമ്പോൾ, ചിലപ്പോൾക്ക് ഓടാൻ അതിനകത്ത് വിട്ടുമാറാൻ ആഗ്രഹമായിട്ടും അതിനകത്ത് പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്നങ്ങ് പൊതിയുക. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ ഒരു അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വീണ്ടും അടിമ നുഖത്തിൽ കുടുങ്ങി പോകരുത്. ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മൾ അസൂയപ്പെടുമ്പോൾ, നമ്മൾ പക മനസ്സിൽ വെച്ചിരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർ ഭിന്നത ഉണ്ടാക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കുക. മറിച്ച് നിങ്ങൾക്ക് അസൂയ വന്നോട്ടെ, വിഷമം വന്നോട്ടെ, നിങ്ങൾക്ക് ദേഷ്യം വന്നോട്ടെ, നിങ്ങൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ, ചിന്തകളെ, ഈ ജഡത്തിന്റെ ചിന്തകളെ, ജഡത്തിന്റെ പ്രവൃത്തികൾ അങ്ങ് മരിപ്പിക്കണമേ. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ ഉടനെ നമ്മള് യേശുവിലേക്ക് ഓടി ചെല്ലണം. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ഞാൻ ഇതിനെ ജയിക്കും. പിശാച് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടൊരു തന്ത്രം, നമ്മളൊരു പാപം ചെയ്തു പോയോ, നീ പാപിയ, നിനക്ക് ഒരിക്കലും രക്ഷയില്ലെന്ന് പറഞ്ഞ അവൻ നുണ പറയും. അത് നുണയാണ്. അവൻ നുണയുടെ അപ്പനുമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങളൊരു തെറ്റ് ചെയ്തു പോയാൽ നിങ്ങൾ ഏറ്റു പറഞ്ഞ് അത് ക്ഷമിക്കുവാൻ കഴിയത്തക്കവണ്ണം അത്രയും നല്ലൊരു സ്വർഗത്തിലെ സ്നേഹത്തിലുള്ള പിതാവാണ് നമുക്കുള്ളത്.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു. പരിശുദ്ധാത്മാവെ എന്നിലുള്ള ജഡത്തിന്റെ ചിന്തകൾ പ്രവർത്തികളെ അന്ന് മരിപ്പിക്കണമേ. ഇന്ന് നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ആരോടുള്ള വിദ്വേഷമോ പകയോ പിണക്കമോ അഹങ്കാരങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തൊരു ഭാവമോ എന്തേലും മുന്നിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ അതെന്നെ ഒന്ന് റിവീൽ ചെയ്യണമേ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഞാൻ ദൈവത്തിനെ ഏറ്റു പറഞ്ഞിട്ട് പറയാം, കർത്താവെ ഞാൻ ഏറ്റു പറഞ്ഞിട്ട്, കർത്താവ് പരിശുദ്ധാത്മാവെ എന്നെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ എനിക്ക് നടക്കണമേ. എന്തുകൊണ്ട് പൂർണ്ണ നിയന്ത്രണം നടക്കണേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ നിയന്ത്രണം നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന 198 പേര് നിങ്ങൾ സകലത്തെ ജയിക്കാൻ പോവാ. നിങ്ങളുടെ ബലത്താലാണോ നിങ്ങളുടെ ശക്തിയാലാണോ? അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ലോകത്തിലുള്ള സകല പ്രതിസന്ധികളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളെ ജയിക്കാൻ പോവുകയാണ് സഹോദരങ്ങളെ. ഓ താങ്ക് യു ലോർഡ്. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധാത്മാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളും അഴിഞ്ഞു മാറട്ടെ, ജഡത്തിന്റെ ചിന്തകൾ അഴിഞ്ഞു മാറട്ടെ. ഹോ റമന ഷെഖസിയാറഗന. ഇന്ന് നിങ്ങളുടെ നന്മകളെ തടുക്കുന്ന ചില രോഗങ്ങൾക്ക് കാരണമാവുന്ന ജഡത്തിന്റെ ചിന്തകൾ, പ്രവർത്തികള്, അസൂയകൾ, അഹങ്കാരങ്ങള്, കർത്താവേ എല്ലാം എന്നിൽ നിന്ന് മാറട്ടെ. ദൈവത്തിൽ നിന്ന് അല്ലാത്ത എല്ലാം എന്നിൽ നിന്ന് മാറ്റെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ വെറുപ്പ് എന്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസൂയ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങനെ പൂർണ്ണ നിയന്ത്രണം എന്നിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുന്നവർ മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും കൂടെയാണ് ദൈവത്തെ ജയിച്ചവർ, ഈ ലോകത്തെ ജയിച്ചവർ. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിട്ടുകൊടുത്താട്ടെ ഇന്ന് വിട്ടുകൊടുത്താട്ടെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ചില വിഷയങ്ങൾ വർഷങ്ങളായിട്ട് മാറാത്ത വിഷയങ്ങൾ ഇന്ന് മാറുക. ഇന്ന് ചിലരുടെ മനസ്സ് ഫ്രീ ആകുക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് ജനിച്ചവർ ലോകത്തെ ജയിക്കും. നിങ്ങൾ പ്രതിസന്ധികളെ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ ആ രോഗം നിങ്ങളെ തിന്ന് കളയത്തില്ല, ആ രോഗം നിങ്ങളെ പരാജയപ്പെടുത്തി കളയത്തില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. വാതുറന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാ ചില ഹൃദയങ്ങളെ തൊടുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന പകകളെ, ദ്വന്ദ്പക്ഷങ്ങളെ, അഹങ്കാരത്തെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉള്ളിൽ നിന്ന് എല്ലാ പരിശുദ്ധാത്മാ ശുദ്ധീകരിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ആത്മ മനുഷ്യൻ ബലപ്പെടട്ടെ, ആത്മ മനുഷ്യൻ ബല പ്രാപിക്കട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ പുതിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് വന്നു വീഴുക. ദൈവത്തിന്റെ പുതിയൊരു അഭിഷേകത്തിലേക്ക് ആ നിറവിലേക്ക് നിങ്ങൾ വരിക. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന ചിലർ പ്രാർത്ഥിക്കുന്ന, കർത്താവേ പരിശുദ്ധാത്മാവേ അങ്ങനെ എനിക്ക് നിറയണമപ്പ, അങ്ങനെ എനിക്ക് നിറയണമേ, അങ്ങനെ പൂർണ്ണമായിട്ട് എനിക്ക് നയിക്കപ്പെടണം, ഞാൻ സകലത്തിൽ ജയാളിയായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ഇന്ന് ആ നിറവ് വരിക. ഇന്ന് ജഡത്തിന്റെ ചിന്തകൾ മാറട്ടെ, ജഡത്തിന്റെ പ്രവർത്തികൾ മാറട്ടെ. I break every lies of the enemy in the name of Jesus. ദുഷ്ടൻ വിതച്ച സകല തന്ത്രങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക in the name of Jesus. ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, ഞങ്ങളുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ ചിന്തകളെ അങ്ങ് ശുദ്ധീകരിക്കണമേ, എന്റെ ഇമാജിനേഷൻ അങ്ങ് ശുദ്ധീകരിക്കണമേ. ദൈവത്തിന് വരാത്ത എല്ലാ വികാരങ്ങളെ, വിചാരങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് അന്ധകാരത്തിന്റെ സകല പിടുത്തങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വിട്ടുപോകുക. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ, ഇന്ന് നിങ്ങളിൽ മാത്രമല്ല കുടുംബത്തിൽ വ്യാപരിക്കുന്ന ആ ഓപ്പൺ ഡോറുകൾ എന്ന് ക്ലോസ് ചെയ്യാനാകട്ടെ. ഇന്ന് വിഗ്രഹങ്ങളെ വിട്ടോടുക. ഹല്ലേലൂയ. വാദർന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. റിസ്റ്റോറേഷൻ നടക്കുക. ഇന്ന് വരെ പ്രാർത്ഥിച്ചു കിട്ടാത്ത വിഷയങ്ങളെ ഹല്ലേലൂയ ഒരു നിറവ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അമിത ബലത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങളുടെ ജനത്തിന്റെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് ദിവസത്തിൽ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ സാത്താൻ വിട്ടോടുക, കുടുംബത്തെ വിട്ടോടുക. അവന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അധികാരവും ഇല്ല. ഒരു ഓപ്പൺ ഡോർ അവനൊരു പഴുതും കൊടുക്കരുത്. ഹല്ലേലൂയ. ഞങ്ങളൊരു പടക്കം വെച്ചിരിക്കുമ്പോൾ നമ്മളൊരു പഴുത് കൊടുക്കുക. എല്ലാ പഴുതുകളും ഒന്ന് അടിച്ചാട്ടെ. ജനത്തിന്റെ എല്ലാ പഴുതുകളും, സാത്താൻ ആക്സസ് ഉള്ള സകല പഴുതുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വാദത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ അങ്ങടെ അമിത ഫലത്തിൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ ലോകത്തെ ജയിക്കും, ഞാൻ ഈ ലോകത്തെ ജയിക്കും, ഈ കടബാധ്യത ഞാൻ ജയിക്കും, എന്റെ തലമുറകൾ വിടുവിക്കപ്പെടുന്നു. വായതെന്ന് പറഞ്ഞാട്ടെ. നമ്മൾ അസാധാരണമായ അഭിഷേകത്തിന്റെ അണ്ടറിലായിരിക്കുന്നത്, അസാധാരണമായ ദൈവ സാന്നിധ്യം നടുവിലിരുന്ന് ഈ നിമിഷത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ. കർത്താവേ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ദൈവഹിതമല്ലാത്ത വ്യക്തികൾ മാറട്ടെ. ദൈവഹിതമല്ലാത്ത ചിന്തകൾ മാറട്ടെ. ജഡത്തിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വേദനിപ്പിക്കേണ്ട പരിശുദ്ധാത്മാവേ, ഇന്ന് വരെ ആ പൂർണ്ണ നിയന്ത്രണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്ന പരിശുദ്ധാത്മാവേ, ടേക്ക് യുവർ ഫുൾ കൺട്രോൾ ഓവർ us, Holy Spirit. Take your control over me and my family and my children. Orasia katarashia tele rimama shadarahasiya rabana rikasiya rabana ആത്മാവിൽ പോരാടിക്കേ. ഇന്ന് പരിശുദ്ധാത്മാവിന് സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് പരിശുദ്ധാത്മാ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ അവൻ സന്തോഷിക്കുക. നിങ്ങൾ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്, നിങ്ങൾ രാജാക്കന്മാരിലല്ല ആശ്രയിക്കുന്നത്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ നിങ്ങൾ ആശ്രയിക്കുന്നത്. ആത്മാവിനെ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ഇന്ന് ആ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുക. ഇതിൽ നിന്നൊരു നന്മ ഉണ്ടാകുമോ എന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളെ, ജീവനില്ലാത്ത വിഷയങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കുക. എന്ന് വിശ്വസിച്ച് എന്ന് റിസീവ് ചെയ്തേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു, എന്നെ നന്മയെ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ജയിക്കും, ഞാൻ സകലത്തെ ജയിക്കും. എന്റെ കഴിവിനാലല്ല, എന്റെ പരിശുദ്ധാത്മാവിനാൽ, എന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വാഴും, പരിശുദ്ധാത്മാവിനെ ഞാൻ ജീവിക്കും. ഇന്ന് പറഞ്ഞിട്ടാ, പരിശുദ്ധാത്മാവേ എന്നെ എടുത്തോണ്ട് പോകണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി പോലെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ സ്പർശിക്കുക. അഗ്നി പോലെ പ്യൂരിഫൈ ചെയ്യുക. ഇന്ന് ജനത്തിന്റെ എല്ലാ ബലികളെയും പരിശുദ്ധാത്മാവ് അഗ്നിയാൽ ഇന്ന് പ്യൂരിഫൈ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ നിങ്ങളെ തൊടുകയില്ല. അവന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലുകടി ചുരുങ്ങി പോകും. ഇന്ന് വിശ്വാസത്താൽ ഏറ്റുപറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ രോഗത്തെ ജയിച്ചിരിക്കുക, ആ വേദനകളെ ഞാൻ ജയിച്ചിരിക്കുക, കടഭാരത്തെ ഞാൻ ജയിച്ചിരിക്കുക, എന്റെ തലമുറകൾ ആ അഡിക്ഷൻസ് ഒന്നും ജയിച്ചിരിക്കുക. ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്തേ, വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്തേ. നിങ്ങളുടെ വിഷയങ്ങളെ പറഞ്ഞ് പ്രഖ്യാപിച്ച് ജയിക്കുമെന്നല്ല, ഞാൻ ജയിച്ചിരിക്കുന്നത് കൽപ്പിച്ച്. അഭിഷേകമെന്ന് മുഖങ്ങളെ തകർക്കുക, അഭിഷേകമെന്ന് മുഖങ്ങളെ തകർക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓർഡർ തെറ്റിക്കിടക്കുന്ന എല്ലാത്തിനും ഓർഡർ ആക്കുക. ചില ഭവനങ്ങൾ കുത്തഴിഞ്ഞ പുസ്തകങ്ങൾ പോലെ കർത്താവിനെ തുന്നിക്കെട്ടുക, കർത്താവിനെ തുന്നിക്കെട്ടുക. I speak restoration of the families in the mighty name of Jesus. നമ്മുടെ നാട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റുപറയുന്ന കാര്യങ്ങളെ അത് ചാടിപ്പിടിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് വിശ്വാസത്താൽ പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രോഗത്തെ ചാടിക്കടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ. The fire of the God is moving. The fire of the God is
is moving. ലുക്കാറൂസിയാരവന സകലത്തെ ശുദ്ധീകരിക്കുന്ന, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന, നിങ്ങളുടെ ആത്മ മനുഷ്യനെ ബലപ്പെടുത്തുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ നുറുക്കുകളെ ഹല്ലേലൂയ ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മീയ വ്യാപരിക്കുക. വാതർന്ന് പറഞ്ഞാട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടെ തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ തോറ്റു പോകുന്ന ആരാ പറയുന്നത്? നിങ്ങൾ തോറ്റു പോകത്തില്ല. ഇന്ന് ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സമ്മതിക്കത്തില്ല. ഇന്ന് പറഞ്ഞ ഞാൻ ജീവനിൽ വാഴും, ഞാൻ ജീവനിൽ വാഴും, യേശുവിന്റെ ജീവനിൽ ഞാൻ വാഴും. ഹല്ലേലൂയ. ഈ രോഗത്തെ ഞാൻ വാഴും എന്ന് പറഞ്ഞാട്ടെ. ഈ രോഗം എന്നെ വാഴത്തില്ല, ഈ വിഷമങ്ങൾ എന്നെ വാഴത്തില്ല, പ്രതിസന്ധികൾ തീർന്നു പോകത്തില്ല. ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും. അന്യഭാഷയില്ലാത്തവർ പ്രാർത്ഥിച്ച് അന്യഭാഷ പുതുഭാഷകൾ എന്ന് പകരുക. പുതുഭാഷകൾ ചില നാവുകളിൽ നിന്ന് തീ തൊടുകയ. ഇന്ന് വരെ പരാജയങ്ങളും ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ നാവുകൊണ്ട് ജയത്തിന്റെ ഘോഷം വിട്ടുകൊടുക്കരുത് ദൈവമക്കളെ. ജയത്തിന്റെ ഘോഷം, ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. യു ആർ റൈച്ചസ്. നിങ്ങൾ നീതിമാന്മാരാ, നിങ്ങൾ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാ. യു ആർ ഹോളി, യു ആർ റൈച്ചസ്. യേശുവിന്റെ തിരു രക്തത്തിൽ കഴുകപ്പെട്ട മക്കളാണ് നിങ്ങൾ. വെട്ടിമാറ്റുക യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ സൗഖ്യമാകിയ, രോഗങ്ങൾ സൗഖ്യമാകിയ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഇന്ന് ഡിപ്രഷനുകൾ പുറത്തുപോയി, ഇന്ന് വേദനകൾ പുറത്തുപോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കടത്തിന്റെ കുരുക്കുകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് പറഞ്ഞാണ്, ഇന്ന് പ്രാർത്ഥിച്ചാണ്. ഞാൻ എന്റെ സൗഖ്യത്തിന് അവകാശമായിട്ട് എടുക്കുന്നു. ഞാൻ സാക്ഷ്യം പറയും, ഞാൻ സാക്ഷ്യം പറയും. നരമ്പുകളിൽ നിന്ന് തീ കത്തിക്കുക, ഞരമ്പുകളിൽ നിന്ന് തീ കത്തിക്കുക. ബ്ലഡ് സർക്കുലേഷൻസ് റിസ്റ്റോർഡ് ആക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സൗഖ്യങ്ങൾ നൽകുക. വിശ്വസിക്കുക. ചാടി പിടിച്ചോ, ചാടി പിടിച്ചോ. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുക. ഇന്ന് വരെ പറഞ്ഞ ടങ്സ്, പുതിയ ടങ്സ് നാവിൽ തീ പോലെ വെളിപ്പെടുക. നിങ്ങൾ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. വാതർന്ന് അന്വേഷണം പറഞ്ഞാട്ടെ, വാതർന്ന് പ്രഖ്യാപിച്ചാട്ടെ. ഉയർപ്പിന്റെ ശക്തിയിൽ വ്യാപരിക്കുക, ഉയർപ്പിന്റെ ശക്തിയിൽ വ്യാപരിക്കുക. ഞാൻ ക്രിസ്തുവേശുവിൽ ജയാളി എന്ന് വിളിച്ചു പറ. എന്റെ മക്കൾ ജയാളികൾ എന്ന് വിളിച്ചു പറ. എന്റെ തലമുറകൾ അനുഗ്രഹിക്കുമെന്ന് വിളിച്ചു പറ. ഓ ഹല്ലേലൂയ. ദുഷ്ടൻ നോക്കി നിൽക്കേ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും. ദുഷ്ടൻ ഒരു വഴിയായി വന്നവർ 7 വഴിയെ ചെതറിയോടു. എല്ലാം ചെതറി ഓടട്ടെ. എല്ലാ വിചാരത്തിന്റെ ശക്തികളും ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Every words of the enemy, every plans of the enemy, I break it in the name of the Jesus, in the name of the Jesus, by the fire of the Holy Spirit. Oh shalarara elana kasiyate marushakasiyate. Oh la ba 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 ba. Oh karasiyate rikasiyate rakamasiaka balushasiyata lana kasiyate burusiyate rina masua katagaziyada bana. Wadarnani bashal bana
മൂന്ന് അന്യഭാഷകൾ പറഞ്ഞേ. ഇന്ന് ചിലർക്ക് അന്യഭാഷകൾ ദൈവം തരിക, പുതുഭാഷകൾ ദൈവം നിങ്ങൾ നിറയ്ക്കുക. നിങ്ങൾ ആത്മ മനുഷ്യനെ കത്തുക. ആത്മ മനുഷ്യൻ എഴുന്നേറ്റോട്ടെ, ജഡ മനുഷ്യൻ ഇല്ലാതാവട്ടെ, ജഡ മനുഷ്യന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ പോരാടുകളെ നിങ്ങൾ, ദൈവരാജ്യത്തിലെ പോരാടുകളെ നിങ്ങൾ, ഈ ലോകത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളെ തീർത്ത് കളയത്തില്ല. ഓ, നിങ്ങൾ സകലത്തെ വാടും. സൗഖ്യമാകട്ടെ, കണ്ണുകൾ സൗഖ്യമാകട്ടെ, കിഡ്നികൾ സൗഖ്യമാകട്ടെ, പുതിയ ഓർഗൻസ് ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടന് നിങ്ങളുടെ മേൽ അധികാരമില്ല, ദുഷ്ടന് നിങ്ങളുടെ മേൽ അധികാരമില്ല. അഭിഷേകമെന്ന് മുഖങ്ങളെ തകർക്കുക, മദ്യപാന അഡിക്ഷൻസ് ഇത് തകരുക യേശുവിന്റെ നാമത്തിൽ. അടിമയാവേക്കൾ യേശുവിന്റെ നാമത്തിൽ പുറത്തുവരിക. അനുസരണക്കേടിന്റെ മക്കൾ ഇന്ന് യേശുവിനെ പിടിക്കപ്പെടാൻ പോവുക. ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്ന് തകർന്നെഴുതുക. In the mighty name of Jesus, in the mighty name of Jesus, hallelujah. നിങ്ങൾ ഒരൊറ്റ ഒരു വ്യക്തി ആ കുടുംബത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ കുടുംബം നശിച്ചു പോകുന്നില്ല. Just because of you, because of your prayer, your family will not be destroyed. In the name of Jesus, ഇന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, take your control over me, Holy Spirit. അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണമേൽ വരട്ടെ. എന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ, ചിന്തകൾ അങ്ങ് മൽപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. അങ്ങയുടെ ആനന്ദത്തിൽ പൂർണ്ണമായി നടത്തുവാൻ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയിൽ പൂർണ്ണമായിട്ട് പൊതിയപ്പെടുവാൻ എന്നെ ഞാൻ വിട്ടുനിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ, thank you Lord Jesus, thank you Lord Jesus, hallelujah. Ramasiakete Linokushasiatera Talahasiataraba Rupa Baba Shagasiateri Baru Shagasiatera. പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാട്ടെ. ഇന്ന് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ. നിങ്ങളുടെ വിഷയത്തെ നോക്കി നിങ്ങൾ കൽപ്പിക്കണം, കൽപ്പിച്ചേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറ, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറ. In the name of Jesus. Oh, Shasiatara Rupa Sikasiarabana. Oh, touch them Holy Spirit, touch them Holy Spirit, touch them Holy Spirit. Heal their hearts Lord, heal their mind. Hallelujah. In the name of Jesus. Hallelujah. Oh, Barasiatera Khasiate Rimasua Katara Shakatara Ziaragana. Hallelujah. 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 Thank you Lord Jesus. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ഓ റബബബബബ ഓ റബസിയാറ്റേ റകസിയാറ്റേ റകസിയാറ്റേ റാസിയാറ്റേ റകസിയാരഗന. ഓ ശബബബബബ ശബരഹസിയാരഗന റേബബബബബ ശബരബരബബ ശഗസിയാറ്റേ റകസിയാരഗന. ഓ ശഗസിയാരഹസി എന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന അത്ഭുതത്തെ നിങ്ങൾ കണ്ണുകൊണ്ട്, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടാട്ടെ. നിങ്ങൾ തലമുറകൾ വിടുവിക്കപ്പെടുന്ന കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങൾ എന്താണ് കാണാൻ? തലമുറകളെ കണ്ടാട്ടെ. നിങ്ങളെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ തലമുറനെ എടുത്ത് നിങ്ങളുടെ കരങ്ങൾ പിടിക്കുന്ന നിങ്ങളുടെ ഇമാജിനേഷനിൽ കണ്ടാട്ടെ. നിങ്ങളുടെ ആത്മീയ കണ്ണുകളിൽ നിന്ന് കണ്ടാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രോഗങ്ങൾ സൗഖ്യമായി നിങ്ങൾ ആ കിടക്ക് വിട്ട് ഓടി നിങ്ങൾ കണ്ടാട്ടെ. നിങ്ങൾ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് കേട്ടോ. നമ്മൾ ഇമാജിനേഷൻസ്, നമ്മുടെ ചിന്തകളെല്ലാം നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ മാരേജ് റിസ്റ്റോർഡ് ആയി നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്ക് നിങ്ങൾ ഇമാജിനേഷൻ കണ്ടാട്ടെ. അന്യഭാഷ പറഞ്ഞുകൊണ്ട് കണ്ടാട്ടെ, അന്യഭാഷ പറഞ്ഞുകൊണ്ട് കണ്ടാട്ടെ. എല്ലാ റസിയാറ്റ അത് സംഭവിക്കാൻ പോകുക. നിങ്ങൾ എന്ത് വിശ്വാസത്താൽ ഇപ്പോൾ കാണുന്നു അത് സംഭവിക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. റാസിയാറ്റേ ഷഖസിയാറ്റേ റിഖബലസിയാറ്റേ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ ഇമാജിനേഷനിൽ കണ്ടാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ, ഏത് വിഷയമാണ് നിങ്ങൾ തലമുറകൾ വിടുവിക്കപ്പെടുന്നത്, നിങ്ങളുടെ കൂടി ഇന്ന് ആരാധിക്കുന്നത്, ഓ ഹല്ലേലൂയ, അവർക്ക് ജോലി ലഭിക്കുന്ന, നന്മ ലഭിക്കുന്നത് നിങ്ങൾ ഇന്ന് കണ്ടാട്ടെ. നിങ്ങൾ ആത്മീയ കണ്ണുകൊണ്ട് കണ്ട് അന്യഭാഷയിൽ പറഞ്ഞത് കണ്ടാട്ടെ. കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച്. ഈ ആത്മ മണ്ഡലത്തിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അത് കാണുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ആവാൻ പോകുക. നിങ്ങളുടെ ഫാമിലി ലൈഫ് റിസ്റ്റോർഡ് ആകാൻ നിങ്ങൾ ഇമാജിൻ കൊണ്ട് കണ്ടാട്ടെ. ഓ ഇന്ന് മദ്യപാനമ്പോൾ അഡിക്ഷൻസ് കഴിയുന്ന മക്കൾ ഇന്ന് പുറത്തു വന്ന് നിങ്ങൾ ആത്മകണ്ണിൽ കണ്ടാട്ടെ. കടബാധകൾ മാറി അനേകർക്ക് വായ്പ കൊടുക്കുന്ന നിങ്ങൾ കണ്ടാട്ടെ. ദൈവരാജ്യത്തിൽ വാരി വിതറുന്നത് കണ്ടാട്ടെ. ആത്മാവ് ആത്മനിറവിൽ ജയാളികളായി ദിനംപ്രതി നടക്കുന്ന നിങ്ങൾ കണ്ടാട്ടെ.
യേശുവിന്റെ നാമത്തിൽ റേസിയ കറ്റാറ ലികറസിയ ടെറ ലികറസിയ ശഗസിയ റഗന in the mighty name of Jesus. Hallelujah. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. കർത്താവേ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ചിന്നു എന്നുള്ള പേരിൽ മകളുള്ള കർത്താവെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിന്നു എന്ന് പറഞ്ഞ മകളുള്ള ഒരു വ്യക്തിക്ക് ആ മകളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു സ്പർശനം അവളുടെ മേൽ നടക്കട്ടെ. ഹല്ലേലൂയ. ലാസിയ കറബസിയ റബന സരസ്വതിയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം റിസ്റ്റോർഡ് ആവട്ടെ. ആ കുടുംബം റിസ്റ്റോർഡ് ആവട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റാസിയ കറ്ററുഷഗസിയ ടെരെ ലിബറുഷഗസിയ റബന ചില എല്ലാ മേഖലകളിലും ഹല്ലേലൂയ റബസികറബന പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത ചിന്നു ദൈവാത്മാവിന്റെ ഹൃദയത്തെ തന്ന പേരാ. ചിന്നുവിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സരസ്വതിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ലറുഷകടഹസിയ ടെരെ റികസിയ ടെറബശഗസിയ കറബന കർത്താവിനെ റിസ്റ്റോർ ചെയ്യുക. കുടുംബങ്ങളെ റിസ്റ്റോർ ചെയ്യുക. ലബറുഷസിയ ടെറികസിയ റബന ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. രോഗികളായിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കണമേ. രോഗികളായിരിക്കും. നിങ്ങൾ രോഗിയായിരിക്കാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ റാസിയ ടെമറാസിയ ടെറഗസിയ റഗന ലിബുറുഷ ഗസിയ ടെബറാസിയ റഗന റാകസിയ റഗ ടെറഗസിയ റകസിയ ടെറ റികബസിയ കറബശഗസിയ റബന ലിബറുഷ ഗസിയ റഗന റമസിക ടെറസിയ റഗന മാർച്ചുമായിട്ട് ബന്ധമുള്ള ചിന്നു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലെമറൂസിയ കറ്ററാസിയ റബന കർത്താവേ വലിയൊരു ഡെലിവറൻസ്, വലിയൊരു എൻകൗണ്ടർ കർത്താവുമായിട്ട് ഉണ്ടാവട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. Oh, thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. Oh, thank you, Lord Jesus. Hallelujah. ഇന്ന് കർത്താവിനെ സ്പർശിച്ചിരിക്കുക. Hallelujah. Thank you, Jesus. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് താങ്ക് യു ലോർഡ് ജീസസ്. നല്ല സമയങ്ങളെ ദൈവം നമുക്ക് തന്നത്. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. ഇന്ന് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ, കിടക്കുമ്പോഴെല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ട്. അതാ പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് എപ്പോൾ എന്തൊരു സഹായം വേണോ ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങൾ ആ ഒരു ബോധ്യത്തിൽ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സകലത്തെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ചിന്ത പിശാച് കൊണ്ട് തരുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവമക്കളെ, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സകലത്തെ ജയിക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഓ ജീസസ് നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ബലപ്പെടാൻ പോയി കേട്ടോ. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മ മനുഷ്യൻ ബലപ്പെടുമ്പോണ്ടല്ലോ നിങ്ങളുടെ ജഡ മനുഷ്യൻ അവിടെ ഇല്ലാതാകും. ജഡ മനുഷ്യൻ ഇല്ലാതാകുമ്പോൾ നിങ്ങൾ സകലത്തെ വാഴും. അപ്പൊ നിങ്ങൾ ആളുകളോ നിങ്ങൾ സുവിശേഷം പറയണ്ട, നിങ്ങളോട് വന്ന് ചോദിക്കും നിന്റെ ജീവിതം എങ്ങനെ മാറിയെന്ന്. അപ്പൊ നിങ്ങൾ വിളിച്ചു പറയണം എന്റെ യേശു എന്നെ മാനിച്ചെന്ന്, എന്റെ യേശു എന്റെ കർത്താവെന്ന്. ഹോ ഹല്ലേലൂയ. ചിലർ സാക്ഷ്യം പറയാൻ പോകുക, നേറ്റെടുത്തോ. ചിലർ സാക്ഷ്യം പറയാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ദൈവമക്കളെ, നിങ്ങൾ വചനം പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്, അന്യഭാഷ പറയുന്നത് നല്ലതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ വേണം, ആശ്രയിച്ച് വേണം സകലതും ചെയ്യാൻ. എന്നാൽ നല്ല ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, ഇന്ന് പ്രിയമക്കളായിരിക്കുന്ന സകല വിശുദ്ധർ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ നന്ദി പറയുന്നു കർത്താവെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. പ്രിയമക്കളെല്ലാം അനുഗ്രഹമാണ് കർത്താവ്. ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് അപ്പ. യേശുവെ, ഈ നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നപ്പ. യേശുവിനെ ഞാൻ എല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അജയ് സിസ്റ്റർ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാവോ? എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സാക്ഷ്യം കേൾക്കും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ കർത്താവേ, വിമൻസ് പ്രേയറായി കർത്താവേ, വീണ്ടും ഞങ്ങൾ കൂടുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദി പറയുന്നപ്പാ. യേശുവേ, ഇന്ന് പ്രിയ സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് കേട്ട വചനങ്ങൾക്കായി നന്ദി അപ്പാ. ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഉറയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി അപ്പാ. ദൈവമേ, ജഡത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ കർത്താവെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പാ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അതിനെ ഏറ്റുപറയുന്നപ്പാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി നന്ദി കർത്താവെ. ദൈവമേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവമേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പ. കടഭാരങ്ങൾ മാറട്ടെ, അവർ സമൃദ്ധിയാൽ നിറയട്ടെ അപ്പ. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ സിസ്റ്ററേയും ബ്രദറേയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ കർത്താവ് അവർ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണപ്പ. എല്ലാവരെയും കർത്താവെ, തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകളെയൊക്കെ ബ്ലെസ് ചെയ്യുന്നപ്പ. എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശുവേ. അവിടുത്തെ നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു 5 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾ? സിസ്റ്റർ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിംഗ് സമയത്ത് ആരാ പറയുന്നേ? ആരാ ഉഷ പറഞ്ഞേ? ഉഷ ഉഷ സിസ്റ്റർ പറഞ്ഞോ. പറഞ്ഞോ. ഒരു നെഞ്ചിന്റെ അവിടെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോ ആ മുഴയില്ലായിരുന്നു. നെഞ്ചിന്റെ അവിടെ ഒരു ചെറിയൊരു മുഴ ഉണ്ടായിരുന്നേ. അത് ആമേൻ. എവിടുന്ന് മാറിപ്പോയതാ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് മാറിപ്പോയായിരുന്നു. അത് ആമേൻ. കഴിഞ്ഞ് അന്നേരം ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ബ്രദറിന്റെ അടുത്ത് ഞാൻ സാക്ഷ്യം ഉവ്വ് പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടായിരുന്നു സിസ്റ്റർ. മോഴ സൗഖ്യമാക്കിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വേറെ ആർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾ? സിസ്റ്റർ ഇപ്പോൾ ചിന്നുവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? സിസ്റ്റർ ഇപ്പൊ ഒരു ചിന്നുവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെ. ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു. ആ. ചിന്നു ആത്മനിയന്ത്രണത്തില് അവളെ പൂർണ്ണമായിട്ടും ദൈവം കവർ ചെയ്യണമെന്ന്. ആമേൻ. അപ്പോഴാ സിസ്റ്റർ ചിന്നുവിന്റെ കാര്യം പറഞ്ഞത്. ആമേൻ. പക്ഷെ അവള് മെയ്യിലാ ജനിച്ചത്. മാർച്ച് ജനിച്ചത് ഞാന്. മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും മതി. അന്ന് ആന്റി ആരുടെ അടുത്ത്? അന്നമ്മ ആരാ സംസാരിച്ച? ആമേൻ. മാർച്ചുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി. അപ്പൊ അത് കൺഫേം ആണ്. അത് കർത്താവ് എത്രത്തോളം നമ്മളെ ഹൃദയങ്ങളെ അറിയുന്നുള്ളതാണ്. എത്രയോ പേരുകളുണ്ട്. പക്ഷെ ചിന്നു എന്നുള്ള പേര് ദൈവം വെളിപ്പെടുത്തി മാർച്ചുമായിട്ട് ഒരു ബന്ധം ആ കുടുംബത്തിലുണ്ടെന്ന് കാണിച്ചു. കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മകളെ ദൈവം അത്ഭുതകരമാക്കി മാറ്റും കേട്ടോ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിളിപ്പേരാ ചിന്നു. അവള് മെയ്യിലാ ജനിച്ചത്. ആമേൻ. കർത്താവ് എല്ലാം അറിയുന്നു. വിളിപ്പേരാണെങ്കിൽ കർത്താവ് അറിയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. എന്റെ മോള് ചിന്നു മാർച്ചില് ജനിച്ചത്. സെയിം ആലോചന ഒരുപോലെ വരുന്നവരുണ്ടെങ്കിൽ റിസീവ് ചെയ്യണമേ. കർത്താവ് മക്കളെ തൊടാൻ പോവാ. തലമുറകളെ അവരെ അസാധാരണമായിട്ട് അവരെ തൊടും കേട്ടോ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. സരസ്വതി എന്നുള്ള പേര് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്ന പേരാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ കുടുംബത്തിലെ വലിയൊരു കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും എപ്പോഴും പിശാച് ശല്യം ചെയ്യുന്നു. അതെ അതെ, അങ്ങനെ എപ്പോഴും പിശാചിനെ കുറിച്ചാണ് പറച്ചിൽ. എത്രയും വീട്ടിലെ ആഹവും ബഹളവും ഇതൊക്കെയാണ്. സിസ്റ്ററെ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി അത് പൂർണ്ണമായിട്ടും ചെയ്യുവാൻ കർത്താവ് മതിയായനാണ്. ആ വീടുകൾ കൊടുക്കുവാൻ ദൈവം മതിയായതാണ്. അത് ഏറ്റെടുത്താൽ മാത്രം മതി കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിന്റെ ജോലി കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുത്തു. അപ്പൊ ജോലി പോയി ജാനുവരിയില്. ഞാൻ പ്രാർത്ഥന റിക്വസ്റ്റ് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം കുറെ നാള് ജാനുവരി എന്റെ ഹാഫ് ആയപ്പോഴേ ജോലി പോയി. ഒത്തിരി ജോലി അപ്ലൈ ചെയ്തു. പക്ഷെ ഇതുവരെ ഒരിടത്തൊന്നും വന്നില്ല. അപ്പം ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ 5 ദിവസത്തിനകം ഒന്നാണ് ദൈവാത്മാവ് ദൂത് തന്നത്. ഇന്നലെ ഒരു കമ്പനിയിൽ നിന്ന് ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്കായിട്ടും നന്ദി പറയുന്നു. അമ്മ ദൈവാത്മാവ് പറഞ്ഞ ദിവസത്തിനകത്ത് തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതെ. ആമേ. കർത്താവ് എത്ര വലിയൊരു. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട് ഈ സിസ്റ്റർ എന്നെ വിളിച്ചപ്പോ കർത്താവ് എന്റെ ഹൃദയത്തിൽ 5 ദിവസം തന്നെ ഇങ്ങനെ എടുത്തു കാണിച്ചു. ഞാൻ പറഞ്ഞു 5 ദിവസത്തിനകത്ത് ദൈവാത്മാവ് ഇടപെട്ട ഒരു ദൂതാണ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ദൈവാത്മാവ് തലമുറകളെ തൊടൂന്ന് പറഞ്ഞാൽ തൊട്ടിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതം റിസ്റ്റോർഡ് ആകുമെന്ന് പറഞ്ഞാൽ റിസ്റ്റോർഡ് ആയിരിക്കും കേട്ടോ. അതിനകത്ത് വേറെ ഒന്നുമില്ല. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ അങ്ങ് ചെയ്ത നന്മയ്ക്കായി അത്ഭുതത്തിന് നന്ദി. അപ്പൊ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ സാക്ഷ്യം പറയാണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കൊല്ലത്ത് നടന്ന പ്രയറില് കോട്ടയത്ത് നടന്നതിലും അനിയത്തിയുടെ കുട്ടിയുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈയില് ജനിച്ച മകളെ തൊടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ കുട്ടി CP ചൈൽഡാണ്. അതിനുശേഷം ഒരു കൺഫർമേഷന് വേണ്ടി അവള് പ്രാർത്ഥിച്ചപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് ഓഫ് ഇത് ജൂലൈ 7 കോട്ടയത്ത് നടന്ന അന്യഭാഷ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മകള് തന്നെ കാല് മടക്കി തുടങ്ങി ഇരിക്കാൻ. അപ്പൊ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതൊരു തീർച്ചയായിട്ടും സിസ്റ്ററെ കർത്താവ് ഇടപെട്ടതാണല്ലോ. അത് പൂർണ്ണമായിട്ടും അവൾ ആള് മാറിയതിനെ പോലെ കുഞ്ഞു മാറട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി അപ്പ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ചിന്നുന്നാണ് വിളിക്കണത്. ഇന്നും ചിന്നുന്നാണ് അവളെ വിളിക്കണത്. ദൈവം എത്ര വലിയവനാണെന്ന് നോക്കിയല്ലേ. നിങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ ഭാരമായിട്ട് വരുമ്പോഴോ അത് തന്നെ ദൈവാത്മാവ് തൊടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും എടുക്കല്ല. നമ്മളെല്ലാം അറിയുന്ന ഒരു പരിശുദ്ധ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നോണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ജയകരമായിട്ട് അത്ഭുതകരമായിട്ട് മാറും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും സാക്ഷ്യമുണ്ടോ?
ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ സിസ്റ്ററെ? പറഞ്ഞോ. ഞാനേ ബാത്റൂമിൽ പോയി ഇറങ്ങാൻ നേരെ എന്റെ കാല് സ്ലിപ്പായി ബട്ടസ് അടിച്ചു വീണു. ഒപ്പം തന്നെ എന്റെ തലയുടെ ബാക്വശം ക്ലോസറ്റിൽ അടിച്ചു കൊള്ളേണ്ടതായിരുന്നു. പക്ഷെ ഒരു സ്പ്രിങ് പോലെ എന്റെ തല ദൈവം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. അടിച്ചു വീണെങ്കിലും ഒരു വേദന പോലും എനിക്കില്ല. ദൈവം വലിയൊരു അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. ദൈവത്തിന് നന്ദി. ആമേൻ. കർത്താവെ അങ്ങ് കൊടുത്ത വലിയ സംരക്ഷണത്തിനായി നന്ദി. അതുകൊണ്ട് ദൈവത്തിലുള്ള മക്കൾക്ക് ഒന്നും നമ്മുടെ കാലിടറിയാലും കർത്താവ് നമ്മളത് ദോഷമായി മാറാതെ തക്കവണ്ണം കർത്താവ് നമ്മളെ കരുതിയല്ലോ. ആ മഹാദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞോ അന്ന. ഓക്കെ, അന്ന സിസ്റ്റർ പറഞ്ഞോ. ബെൻസിയാണ്. ഞാൻ കുറെ ദിവസമായി എനിക്ക് രാത്രിയിലെ കൂട്ടായ്മ കൂടാനായിട്ട് എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട് സാക്ഷ്യം പറയാൻ ഞാൻ താമസിച്ചു പോയത്. സിബിന് വേണ്ടിയിട്ട് ബ്രദർ ഒരു സിബിന്റെ പേര് വെളിപ്പെടുത്തി. കുവൈറ്റിൽ ജോലിയില്ലാതെ അത് ഇങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞ ജൂലൈ 3-ാം തീയതിയാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ മാസം അവന് ജോലി കുവൈറ്റിൽ ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ജനുവരി 7-ാം തീയതി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. പിന്നെ എന്റെ മകന്റെ വിവാഹ കാര്യവും ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതും അത്ഭുതകരമാവണം. നവംബർ 29-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, അവന്റെ വിവാഹം ഭംഗിയായി നടക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഞാൻ കർണാടകയിലാണുള്ളത്. എന്നാൽ എന്റെ മോൻ വിവാഹം പത്തനംതിട്ടയിൽ നിന്നാണ് വിവാഹം നടത്തിയത്. എല്ലാ അനുഗ്രഹവും നടത്തി ദൈവം അവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവളിപ്പോൾ ഗർഭിണിയുമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ അങ്ങ് ചൊരിഞ്ഞ നല്ല അനുഗ്രഹത്തിനായി നന്ദി. അപ്പൊ നല്ല ടെസ്റ്റ് മണിക്കാൻ നന്ദി. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. പറഞ്ഞു. ആരോ പറഞ്ഞു അന്നാന്ന് പറഞ്ഞ ആരോ കണ്ടല്ലോ സിസ്റ്റർ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, എന്റെ അമ്മ കീമോ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു ജീൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അമ്മയുടെ സിബ്ലിങ്സിനും എല്ലാവർക്കും അത് ഫ്യൂച്ചറിൽ വരാനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവിന്റെ രക്തമാണ് ഞങ്ങളുടെ ദേഹത്ത് ഒഴുകുന്നത്, ഞങ്ങളുടെ ദേഹത്ത് ഒരു മാരക അസുഖങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് റിസൾട്ട് വന്നു സിസ്റ്റർ, നെഗറ്റീവ് ആയിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള വിശ്വാസത്തെ ദൈവം കണ്ടല്ലോ. അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ലോർഡ് ജീസസ്. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ, ഞാൻ അനിതയാണ്. ഞാൻ വ്യാഴാഴ്ച തൈക്ക് വെള്ളമടിക്കുമ്പോ കുറച്ച് തൈക്ക് തണലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങിയ ഇല വാരി ഇങ്ങനെ തൈക്കിട്ടു. 5-6 തൈക്കലിട്ട് കഴിയുമ്പോ പെട്ടെന്ന് എനിക്കൊരു ചൊറിയല് ദേഹത്ത് വന്നു. ആകെ ചൊറിഞ്ഞ് രക്തം പോലെയായി ശരീരം കംപ്ലീറ്റ്. ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന് അന്ന് തൊട്ട് ഇന്നോളം ഞാനൊരു വൈദ്യസഹായം ഒന്നുമില്ല. യേശുപ്പൻ തന്നെ വൈദ്യൻ. അപ്പോൾ ഞാൻ തുണി തലയിലിട്ട് യെശയ്യാവ് 53:5 വചനം പറഞ്ഞ് യേശുപ്പന്റെ അടിപ്പിണരാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞു. അപ്പാടെ എന്റെ ശരീരത്തിൽ ഒരു കുളിൽ വന്നു, ചൊറിയലും ഇല്ല, ചോപ്പും ഇല്ല, എല്ലാം മാറി. കൊടാനുകോടി നന്ദി യേശുപ്പന്. ആമേൻ. കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നപ്പ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ട്? നമുക്ക് സമയം മുന്നോട്ട് പോയി 1-2 സാക്ഷികൾ പറഞ്ഞ ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. സരസ്വതി പറഞ്ഞ നമ്മുടെ കുടുംബത്തിലാണ് അവരെ ഏറ്റെടുക്കണം ഈ പറഞ്ഞത്. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സാവിത്രി സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. സിസ്റ്റർ, 10-40 വർഷം കൊണ്ട് ഈ ഇടത് ബ്രസ്റ്റിന് ഭയങ്കര വേദനയാണ്, ഭയങ്കര വിമിഷ്ടയും വേദനയൊക്കെ. അങ്ങനെ 2 ദിവസം കൊണ്ട് കിടന്ന് എണീക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ കിടന്നുകൊണ്ട് ഞാനിപ്പോ വചനമൊക്കെ കേൾക്കും. എനിക്ക് രോഗത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് വെളിയിൽ വരണം, എനിക്ക് പറ്റില്ല സിസ്റ്റർ. നമ്മളിപ്പോ ഇന്ന് കേട്ടത് തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മൾ ഇന്ന് കേട്ടത് നമ്മളത് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സ്പർശിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ തന്നെ അതിനകത്ത് സാക്ഷ്യമുണ്ടാവും കേട്ടോ. ഈ ദിവസങ്ങൾ പൂർണ്ണമായി ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവെ അങ്ങ് എന്നെ പൂർണ്ണമായിട്ട് നയിക്കും. നമ്മൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും സർവശക്തനാണ്. അത് സാക്ഷ്യമായി തീരും കേട്ടോ. ഒന്നും ഭാരപ്പെടേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സാക്ഷ്യങ്ങളില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൂടാൻ പറ്റിയല്ലോ. നമ്മൾ പുറപ്പാട് പുസ്തകം വായിച്ചു തുടങ്ങണം. അടുത്ത ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് ഡിലേ ഇന്നലെ വന്നായിരുന്നല്ലോ. നമുക്ക് അതുപോലെ തന്നെ ഒരുമിച്ച് വചനം വായിച്ചു.
ഞാൻ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാത്തത് എല്ലാവർക്കും പ്രാർത്ഥനാ വിഷയം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ തന്നെ വോയിസ് ആയിട്ട് വിട്ടാൽ മതി, ഞങ്ങൾ തിരിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് സമയങ്ങൾ പോയി. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിളിച്ചാൽ മതി, നമ്പറിലോട്ട് പ്രാർത്ഥനാ വിഷയം വിട്ടാൽ മതി കേട്ടോ. ആരാത്? സാക്ഷ്യമാണോ? ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു. എന്നാ ഒരു സാക്ഷ്യം കൂടെ ഒന്ന് പറയാമോ? ആ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയം ഉറപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നീണ്ടുപോകും. മറ്റുള്ള എല്ലാ സമയത്തും നമ്മൾ മാനിക്കണമല്ലോ. ഓക്കെ, ആ സാക്ഷ്യം കൂടെ പറഞ്ഞാട്ടെ. എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് ഇവിടുന്ന് കരയുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ബ്രദർ പോളിന്റെ മോളെ തൊടുന്നെന്ന് പറഞ്ഞ് ജനുവരി മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സാക്ഷ്യം ദൂത് ഏറ്റെടുക്കുന്നു. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം തൊട്ടല്ലോ. ദൈവം അറിയുന്ന നല്ല ദൈവം അത് അത്ഭുതത്തെ അവിടെ ചെയ്യും കേട്ടോ. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാവരും അയച്ചോണം. എന്റെ നമ്പർ താഴെ വരുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കാത്ത നമുക്ക് സമയം പോകുന്ന ഓർത്താ. ആരാത്? എന്റെ പേര് ശ്യാമയാണ്. എന്റെ മോന്റെ പേര് ജെയ്സന്റെ മോന് നെയ്തൻ. അവർക്ക് രണ്ടുപേർക്കും കൂടി പ്രാർത്ഥിക്കണം. മോന് ലിവറിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുവാണ്. ഒത്തിരി ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ആ മോന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ലിവർ ഇൻഫെക്ഷനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. എന്നാൽ നമ്മുടെ കർത്താവിനേക്കാൾ വലുതായിട്ടൊരു രോഗം, നാമത്തിനേക്കാൾ വലിയ രോഗമില്ല. ഐ ക്യാൻസൽ ദ സ്പിരിറ്റ് ഓഫ് സിക്നസ് റൈറ്റ് നൗ, ഓൾ ദ ഇൻഫർമിറ്റീസ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗിനെ കൽപ്പിക്കുന്ന കർത്താവെ, അടുത്ത ദിവസം തന്നെ സാക്ഷ്യമായി കൽപ്പിക്കുവാൻ സാക്ഷ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയമക്കളെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ, അങ്ങ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടിയ നീ ഒഴികെ ഞങ്ങൾ